അപ്പം ബിസിനസ്സുകാർക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. ബിസിനസ്സാണ് മെയിനായിട്ട് ഇതിൽ വരുന്നത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ പ്ലസ് പ്ലാൻ വന്നത് നമുക്കറിയാലോ. അപ്പോൾ ഇത് ആർക്കൊക്കെ യൂസ്ഫുൾ ആവും, ഇതിൽ എന്തൊക്കെയാണ് പുതിയ ഫീച്ചർ വന്നിട്ടുള്ളത് അത് ഞാൻ പറഞ്ഞുതരാം. ഫീച്ചർ 1 എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ സ്റ്റോറി എന്ത് ചെയ്യാൻ പറ്റും, 24 മണിക്കൂറിൽ നിന്ന് 48 മണിക്കൂറിലോട്ട് മാറ്റാൻ പറ്റും. 48 അവേഴ്സിലോട്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് സെൽ ചെയ്യുന്ന ആളാണ്, ഇത് നമ്മൾ കൂടുതൽ കസ്റ്റമേഴ്സിലോട്ട് റീച്ച് ചെയ്യാനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ മെയിനായിട്ട് ബിസിനസ്സുകാർക്ക് ഈ ഒരു ഫീച്ചർ യൂസ്ഫുൾ ആണ്. എന്തുകൊണ്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് കുറക്കാൻ പറ്റും. ഫീച്ചർ 2 എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പ്രൊഫൈലിൽ പിൻ ചെയ്യുന്ന ഇതുണ്ടല്ലോ, ആകെ 3 നമുക്ക് പിൻ ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഇനി നമുക്ക് എന്ത് ചെയ്യാം, 6 പിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോസ് എന്തെങ്കിലും പ്രൊമോഷൻ വീഡിയോസ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈലിന് ഒന്ന് വിസിബിലിറ്റി ആകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ചെയ്യാൻ പറ്റും, കൂടുതൽ വീഡിയോസ് പ്രൊഫൈലിൽ എന്ത് ചെയ്യാൻ പറ്റും, പിൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പം റീഓർഡറിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. എന്താണ് വീഡിയോസ് ഏറ്റവും ടോപ്പിൽ വരേണ്ടതാണ് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതിന് വല്ല ഉപയോഗം ഉണ്ടോന്ന് എനിക്കറിയില്ല ഈ പ്ലസ് പ്ലാൻ എടുത്തുകൊണ്ട്. അടുത്ത ഓപ്ഷൻ എന്ന് വെച്ചാൽ നമുക്കൊരു സ്റ്റോറി, ഒരാളെ സ്റ്റോറി നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും, ഇങ്ങനെ അയാൾ അറിയാതെ. നമ്മൾ വാട്സപ്പിലൊക്കെ നമ്മൾ അയാൾ കാണാതെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ സ്റ്റാറ്റസ് വാച്ച് ചെയ്യുന്നത്. അതേമാതിരി നമുക്ക് എന്ത് ചെയ്യും, ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് അയാളെ സ്റ്റോറി എന്ത് ചെയ്യാൻ പറ്റും, അയാൾ അറിയാതെ അനോണിമസ് ആയിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. അതൊന്നും പിന്നെ നമുക്ക് ആരൊക്കെ നമ്മുടെ സ്റ്റോറീസ് ആരൊക്കെ കണ്ടെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് സെർച്ച് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമുക്ക് എന്നുള്ള ആൾ കണ്ടെന്ന് നമുക്ക് അയാളെ പേര് വെച്ചിട്ട് സെർച്ച് ചെയ്താൽ അങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ അതൊരു ഓപ്ഷൻ വന്നില്ല. ഇനി 4ാമത്തെ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ സ്റ്റോറി സ്പോട്ട്ലൈറ്റ്. ഇപ്പോൾ സ്റ്റോറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പോട്ട്ലൈറ്റ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നമ്മുടെ സ്റ്റോറി നമ്മുടെ ഫോളോവേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയാൾ വാട്സപ്പ് അയാൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കുമ്പോൾ അയാൾ മുകളിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സ്റ്റോറി കാണിക്കേണ്ടി വരും. അപ്പം നമുക്കൊരു പ്രയോറിറ്റി കിട്ടും. നമ്മളെന്തെങ്കിലും പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും, അവരെ നമ്മുടെ ഫോളോവേഴ്സിനെ കൂടുതൽ എത്തിക്കാൻ പറ്റും. അപ്പം ബിസിനസ്സുകാർക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. ബിസിനസ്സാണ് മെയിനായിട്ട് ഇതിൽ വരുന്നത്. അല്ലാതെ സാധാരണക്കാർക്ക് ഇതിൻ്റെ എന്തെങ്കിലും ഉപയോഗമുണ്ടോ എനിക്കറിയില്ല. വലിയ എഫക്റ്റ് ഒന്നും ഇല്ലാത്തൊരു പുതിയ ഫീച്ചേഴ്സ് ഇനി വരുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അപ്പം ഏതായാലും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അടുത്ത ഫീച്ചേഴ്സ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. ഓക്കെ.